ഹലോ നമസ്കാരം. അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചാണ്, ഒരു പെർട്ടിക്കുലർ ഡൊമൈനിനെ കുറിച്ച്, മറ്റൊന്നിനെ കുറിച്ചുമല്ല, ബേക്കറികളെ കുറിച്ചാണ്. പലപ്പോഴും ബേക്കറി ബിസിനസ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. പല ആളുകൾക്കും വളരെ ഈസി ആയിട്ട് എൻ്റർ ചെയ്യാം എന്ന് തോന്നുന്ന ഒരു ബിസിനസ്. ഞങ്ങൾ ഒരുപാട് ബേക്കറികൾ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള ചില അനുഭവങ്ങളും ഒരു ബേക്കറി എങ്ങനെ ലാഭകരമാക്കണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 10 പോയിന്റുകളുമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പോയിന്റ്, കാരണം പല ബേക്കറികളിലും ചെല്ലുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്ന ചില പോയിന്റുകൾ മാത്രം വെച്ചിട്ടാട്ടോ ഞാൻ ഈ 10 പോയിന്റുകൾ പറയുന്നത്. ഏറ്റവും ആദ്യത്തെ പോയിന്റ് ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, അല്ല ഞാൻ വളരെ ചെറിയ ഒരു സ്ഥലത്ത് ചെറിയ ഒരു ബേക്കറിയാണ് ചെയ്യുന്നത്, അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് വേണ്ട ബേക്കറി പ്രൊഡക്ട്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ക്വാളിറ്റി ഇല്ലെങ്കിലും ഒക്കെ കൊടുത്താൽ പോരെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഒരു പക്ഷേ നിങ്ങൾക്ക് വളരെ ചെറിയ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ സർവൈവ് ചെയ്ത് പോകാൻ പറ്റുമായിരിക്കും. ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ ബേക്കറി ഒരു ബ്രാൻഡാക്കുന്നതിനെ കുറിച്ച് കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല പ്രൊഡക്ട്സ് വെക്കാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പോൾ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തേർഡ് പാർട്ടിയിൽ നിന്ന് സോഴ്സ് ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും നല്ല ബ്രാൻഡുകളും ഏറ്റവും നല്ല വെൻഡേഴ്സിനെയും ചൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളൊരു ബേക്കറി ബ്രാൻഡാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഓർമ്മ ഉണ്ടാവുന്നത് നല്ലതാണ്. ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം ഉണ്ടാവുന്നത്, മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടാവുന്നത് നല്ലതാണ്. എപ്പോഴാണോ നിങ്ങളുടെ തന്നെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ കൂടുതലായിട്ട് ആ ബേക്കറിയിൽ ഉണ്ടാവുന്നത്, സ്റ്റോക്ക് ഉണ്ടാവുന്നത്, അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ മാർജിനിലേക്ക് ബേക്കറി കൊണ്ടുപോകാൻ സാധിക്കുക. അല്ലാതെ തേർഡ് പാർട്ടി പ്രൊഡക്ട്സ് വിറ്റിട്ട് നമുക്കൊരു മാർജിൻ ഉണ്ടാക്കുന്നതിന് പരിധികളും പരിമിതികളുമുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ വളരെ വലിയ രീതിയിൽ വിജയമായിട്ടുള്ള മിക്ക ബേക്കറീസിലെയും ഇൻവെൻട്രിയുടെ ഒരു റേഷ്യോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും അതൊരു 70-30 ഒക്കെ ആയിരിക്കും. ചില സ്ഥലങ്ങളിൽ 80-20 വരെ പോയിട്ടുള്ള സ്ഥലങ്ങളുമുണ്ട്. അതായത് ഓൺ പ്രൊഡക്ട്സ് അത്രമാത്രം ഉണ്ടാവും, തേർഡ് പാർട്ടി പ്രൊഡക്ട്സ് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിലാണ് ഈ ബേക്കറി അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പോൾ ഏറ്റവും ആദ്യത്തെ പോയിന്റ് ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും പാടില്ല എന്നുള്ളതാണ്. ഒരു കാരണവശാലും ടേസ്റ്റിൻ്റെ, പ്രത്യേകിച്ചും ബേക്കറി എന്ന് പറയുമ്പോൾ ഹെൽത്തി എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഹെൽത്തി ആവണം, ഒപ്പം തന്നെ ടേസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ടേസ്റ്റ് ഇല്ലെങ്കിൽ ആൾക്കാർ വരില്ല എന്നുള്ളതൊരു സത്യം മാത്രമാണ്. അടുത്തത് എഫക്റ്റീവ് കോസ്റ്റ് മാനേജ്മെൻറ്റാണ്. കോസ്റ്റിംഗ് വലിയ പ്രശ്നമാണ് മിക്ക സ്ഥലങ്ങളിലും. ഇപ്പോൾ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ആ പ്രൊഡക്ഷൻ ഫെസിലിറ്റിയിൽ നിന്ന് നമ്മളുണ്ടാക്കുന്ന ഒരു കട്ട്ലേറ്റ്, ആ ഒരു കട്ട്ലേറ്റിന് എത്ര കോസ്റ്റ് വരുന്നുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ വളരെ അപൂർവമായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള കോസ്റ്റിംഗ് ഷീറ്റ് ഓരോ ഐറ്റംസിനും ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ഓരോ ദിവസവും ആ കോസ്റ്റ് മാറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ ട്രാക്കിംഗ് ഉണ്ടാവണം, കൃത്യമായ കോസ്റ്റിംഗ്, കൃത്യമായ പ്രൈസിങ്. ആവശ്യത്തിനുള്ള മാർജിൻ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് ആ പ്രൈസിങ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ തിരിച്ചടി നേരിടും, നമ്മളറിയില്ല. അടുത്തത് ഡൈവേഴ്സ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് റേഞ്ചാണ്. പലപ്പോഴും നമ്മളുടെ ബേക്കറിയെ വ്യത്യസ്തമാക്കുന്നത്, മറ്റു ബേക്കറിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താ? നമ്മളുടേത് മാത്രമായിട്ടുള്ള യുണീക്കായിട്ടുള്ള ചില പ്രൊഡക്ട്സ്, യുണീക്ക് ടേസ്റ്റുള്ള പ്രൊഡക്റ്റുകൾ, യുണീക്കായിട്ടുള്ള ചില പേരുകൾ, നമ്മളുടെ ചിലപ്പോൾ ആ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആവാം, ചിലപ്പോൾ അതിൻ്റെ ഷേപ്പിലാകാം, അതിൻ്റെ കളറിലാകാം. വ്യത്യസ്തങ്ങളായ പ്രൊഡക്റ്റ് റേഞ്ചുകൾ കൊണ്ടുവരുമ്പോഴാണ് പലപ്പോഴും കേരളത്തിലുള്ള ബേക്കറികൾ, പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട ബേക്കറികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവരുടേതായിട്ടുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള ചില ഉൽപ്പന്നങ്ങൾ, അവരുടെ യുണീക്കായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാറുണ്ട്. അത്തരം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കണം, അത് മസ്റ്റാണ്. നിങ്ങളുടെ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അതിനു വേണ്ടി മസ്റ്റായിട്ട് ഉപയോഗിക്കണം. അടുത്തത്, ഞാൻ നേരത്തെ കോസ്റ്റിംഗ് പറഞ്ഞെങ്കിലും ഞാൻ വീണ്ടും ഒരു പോയിൻ്റായി പറയുകയാണ്, സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രൈസിങ് വളരെ ഇമ്പോർട്ടൻ്റാണ്. പലപ്പോഴും പല തരത്തിലാണ് പ്രൈസിങ് എടുക്കുന്നത്. മിക്ക ആളുകളും ഒരു കോമ്പറ്റീറ്റീവ് പ്രൈസിങ്ങിലാണ് പോകുന്നത്. നമ്മൾ തൊട്ടടുത്ത ബേക്കറിയിൽ കട്ട്ലറ്റിൻ്റെ വില നോക്കുന്നു, അതിനേക്കാൾ ചിലപ്പോൾ 1 രൂപയോ 2 രൂപയോ ഒക്കെ കൂട്ടിയിടുന്നു, അല്ലെങ്കിൽ കുറച്ചിടുന്നു. ഇതൊക്കെയാണ് പലരും ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി. തെറ്റാണ്. നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഏതാണെന്ന് അറിഞ്ഞുകൊണ്ട് കൃത്യമായ ആ ടാർഗറ്റ് ഓഡിയൻസിന് പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രൈസിങ്ങിലേക്ക് നമ്മുടെ കോസ്റ്റിംഗ് കൂടി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് എത്താൻ സാധിക്കണം. അപ്പോഴാണ് ഇതിനെ സ്ട്രാറ്റജിക് പ്രൈസിങ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ സ്ട്രാറ്റജിക് പ്രൈസിങ് വളരെ പ്രധാനമാണ്, ഒരു കാരണവശാലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ലാത്തതാണ്. മറ്റൊന്ന്, അടുത്തൊരു പോയിന്റ്, എഫിഷ്യൻ്റ് ഓപ്പറേഷൻസ് വളരെ പ്രധാനമാണ്. ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ എന്താ? ഈവൻ പർച്ചേസ് മുതലുള്ള കാര്യങ്ങൾ. പർച്ചേസൊക്കെ സെൻട്രലൈസ്ഡ് പർച്ചേസ് ആയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. കാരണം വലിയ കോസ്റ്റ് ഉണ്ടാവും. കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ടൈപ്പുകൾ ഉണ്ടാക്കി വയ്ക്കണം. കൃത്യമായ ഡിസ്കൗണ്ടിങ് റേറ്റിൽ ഇത് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തണം. എന്നാൽ ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ടാവണം. ഒപ്പം തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയല്ലേ എടുക്കുന്നത് എന്ന് ഉറപ്പിക്കാനും സംവിധാനങ്ങൾ ഉണ്ടാവണം. ഇതെല്ലാം ഇന്ന് ടെക്നോളജി ഉപയോഗിച്ച് പോലും സാധ്യമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായി ഓരോ റെസിപ്പി സെറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായി ഇൻഗ്രീഡിയൻസിനെ കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം പർച്ചേസിലും അതിൻ്റെ കുക്കിംഗ് ഭാഗത്തും കൃത്യമായിട്ട് കിച്ചൺ ഭാഗത്തുമൊക്കെ സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഓപ്പറേഷൻസ് നമുക്ക് എഫിഷ്യൻ്റ് ആക്കാം. ഒപ്പം തന്നെ അതിൻ്റെ ഡെലിവറി മെക്കാനിസം, ഡിസ്ട്രിബ്യൂഷൻ മെക്കാനിസം, ഇവിടെയൊക്കെ വലിയ രീതിയിൽ കൃത്യമായിട്ടുള്ള സിസ്റ്റംസ് കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ്. അടുത്തത് നമുക്ക് റീറ്റെയിൽ ഷോപ്പ് ഉണ്ടാവും. റീറ്റെയിൽ ഷോപ്പായിരിക്കുമല്ലോ ബേക്കറി എന്ന് പറയുമ്പം. ഞാൻ മിക്ക ബേക്കറികളിലും കയറുമ്പോൾ കാണുന്നത് ബേക്കറികളിലൊക്കെ നിൽക്കുന്ന സെയിൽസ്മാൻമാർ എന്തോ വലിയ സ്ട്രെസ്സിൽ നിൽക്കുന്ന പോലെയാണ്. നമ്മൾ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ചില പ്രൊഡക്റ്റുകൾ, സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ച ചില സ്ഥലമാണ്. അവിടെ ഏറ്റവും പ്ലസൻ്റ് ആയിട്ടുള്ള ആൾക്കാരല്ലേ നിൽക്കേണ്ടത്, വാം വെൽക്കം അല്ലേ കിട്ടേണ്ടത്. അങ്ങനെ ഒരു നല്ല ചിരി ഉണ്ടെങ്കിൽ, നല്ല ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ആ ബാസ്ക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്തൂടെ? ഒരു 200 രൂപയ്ക്ക് ബില്ല് ചെയ്യാൻ വേണ്ടി വന്ന ഒരാൾ 500 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ പർച്ചേസ് ചെയ്ത് പോകും, നിങ്ങളുടെ നല്ലൊരു ചിരിയും ഇൻട്രാക്ഷനും ഉണ്ടെങ്കിൽ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ പലപ്പോഴും ഓൺട്രപ്രണേഴ്സിനോടാണ് ഞാൻ സംസാരിക്കുന്നത്, ആ ബേക്കറിയിൽ കൊണ്ട് നിർത്തുന്നത് ഇന്നേ വരെ ചിരിച്ചിട്ടില്ലാത്തൊരു മനുഷ്യനെയാണെങ്കിൽ എന്താ അവസ്ഥ? പല ബേക്കറികളിലും ഞാനിതാ കാണാറുള്ളത്. നമ്മൾ ബേക്കറിയിൽ ചെല്ലുമ്പോൾ തന്നെ അവർക്ക് വിഷമമാണ്. ഇനിയിപ്പോൾ ഈ സാധനം എടുത്തു കൊടുക്കാൻ നിൽക്കണമല്ലോ എന്നുള്ള രീതിയിൽ അവർ നിൽക്കുന്നത്. ദയവ് ചെയ്ത് നന്നായി ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളെ നിർത്തുക, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് അതുമായി ബന്ധപ്പെട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ദയവ് ചെയ്ത് അങ്ങനെയുള്ള ആൾക്കാരെ നിർത്താതിരിക്കുക. ബേക്കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്ത് മോശമാണ്. ബൂമറാങ്ങായിട്ടാണ് നിങ്ങൾക്ക് വരിക. ഒരു തവണ ബേക്കറി കയറിയ പിന്നെ ആ ഭാഗത്തേക്ക് ആരും വരില്ല. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ടേസ്റ്റ് നന്നായിരിക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സഹിച്ചുകൊണ്ട് വരികയാണ് ആൾക്കാർ. ദയവ് ചെയ്ത് അത് മനസ്സിലാക്കുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ട്രെയിൻ ചെയ്യുക ആളുകളെ എങ്ങനെ കസ്റ്റമർ കെയർ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ. അടുത്തത് ക്രിയേറ്റീവായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കണ്ടേ? കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കുന്ന തരത്തിൽ പുതിയ പ്രൊഡക്റ്റുകൾ വരുന്ന സമയത്ത്, പുതിയ സ്റ്റോക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പുതിയ ഓഫർ വരുന്ന സമയത്ത്, സീസണുകൾ വരുന്ന സമയത്ത്, ചിലപ്പോൾ വിഷു വരാം, ദീപാവലി വരാം, ഓണം വരാം, ക്രിസ്മസ് വരാം, ഇതൊക്കെ നമ്മുടെ സീസൺസാണ്. ഇവിടെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് ആളുകളിലേക്ക് മാർക്കറ്റിംഗ് മെസ്സേജസ് കൊടുക്കാൻ പറ്റണം, ആളുകളുടെ എക്സൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം, ആളുകളെ അവിടേക്ക് വരാൻ പ്രേരിപ്പിക്കണം. അപ്പോൾ കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, സീസണലായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആവശ്യമാണ്. അടുത്തത് ഓൺലൈൻ പ്രസൻസ് ആണ്. കൃത്യമായിട്ടുള്ള ഓൺലൈൻ പ്രസൻസ് ഇന്ന് കൂടിയേ തീരൂ. ഇൻസ്റ്റാഗ്രാം ആവാം. ഞാൻ പറയുന്നത് നിങ്ങളുടേതായിട്ടുള്ള ഓൺ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമോ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വളരെ ഭംഗിയായിട്ട് നിങ്ങൾ മാനേജ് ചെയ്താൽ മതി. ഫുഡ് ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് വൈറലാവും. ദാറ്റ് ഈസ് പോസിബിൾ. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം ആവാം. അതല്ലാതെ ഇഷ്ടം പോലെ ഓൺലൈനായിട്ടുള്ള ഫുഡ് ഗ്രൂപ്പുകളുണ്ട്, ഫുഡ് പോർട്ടൽസ് ഉണ്ട്, അവിടെയൊക്കെ ലിസ്റ്റ് ചെയ്യാം. സോ നിങ്ങളുടേതായിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഡെവലപ്പ് ചെയ്യാനും അതിൻ്റേതായിട്ടുള്ളൊരു ബ്രാൻഡിങ് ഒക്കെ കൊടുക്കാനും ശ്രമിക്കുക. അപ്പോൾ ഓൺലൈൻ പ്രസൻസ് ഇന്നത്തെ കാലത്ത് വളരെ വളരെ പ്രധാനമാണ്. അടുത്തത് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാനുള്ള മെക്കാനിസം, കസ്റ്റമേഴ്സിലേക്ക് ഡെലിവറി ചെയ്യാനുള്ള മെക്കാനിസം, കസ്റ്റമേഴ്സായിട്ട് ഫീഡ്ബാക്ക് എടുക്കാനും ഫോളോ അപ്പ് ചെയ്യാനുള്ള മെക്കാനിസം. ഇതൊക്കെ ചെയ്യുന്ന എത്ര ബേക്കറീസ് ഉണ്ടാവും കേരളത്തിൽ? ഒരു സാധനം മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവനോട് പേര് പോലും ചോദിക്കാതെ, അവൻ എന്തിനാണ് മേടിച്ചതെന്ന് പോലും ചോദിക്കാതെ, ഒരു ഫീഡ്ബാക്കും എടുക്കാത്ത ബേക്കറീസാണ് 99%, 99.99%. അപ്പോൾ ആ ബാക്കിയുള്ള 0.01% ഒക്കെ ആവാൻ നമുക്ക് പറ്റുകയാണെങ്കിലേ ഒരു സംശയം വേണ്ട, നമ്മൾ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരിക്കും കേരളത്തിൽ. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ നിൽക്കുന്നുണ്ട്. ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി. ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എടുക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഫൈനലി യു ക്യാൻ ക്രിയേറ്റ് എ കമ്മ്യൂണിറ്റി. വളരെ ഈസി ആയിട്ട് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ഫുഡ്. ഫുഡിനകത്ത് കാറ്റഗറി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എവിടെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക? ഏറ്റവും അധികം വാട്സപ്പ് കൂട്ടായ്മകൾ, ഫേസ്ബുക്ക് കൂട്ടായ്മകൾ ഒക്കെ ഉള്ളത് ഫുഡിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. യു ക്യാൻ ക്രിയേറ്റ് എ കമ്മ്യൂണിറ്റി. നിങ്ങളൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യൂ. ആ കമ്മ്യൂണിറ്റിയിലേക്ക് കൃത്യമായ വാല്യൂസ് കൊടുത്തുകൊണ്ടിരിക്കൂ. നിങ്ങളുടെ പ്രൊഡക്റ്റും ഓട്ടോമാറ്റിക്കലി വിറ്റുപോയിക്കോളും. ഇത്രയും മാത്രമല്ല, ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 10 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓപ്പറേഷൻസിൻ്റെയൊക്കെ കാര്യത്തിലേക്ക് ഡിഗ് ചെയ്ത് പോവുകയാണെങ്കിൽ ഓരോ സൈഡിലും ഇഷ്യൂസ് ഉണ്ട്, എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ കോസ്റ്റിംഗ് കൃത്യമായി എടുക്കുക, അതിന് കൃത്യമായി മാനേജ് ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കൃത്യമായി ടെക്നോളജി ഉപയോഗിക്കണം, ടൂൾസ് ഉപയോഗിക്കണം, ആളുകളെ ഉപയോഗിക്കണം. ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, അതും എഫിഷ്യൻ്റ് ആയിരിക്കണം, നല്ല ഷെഫായിരിക്കണം, വളരെ പ്രധാനമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ ബേക്കറികൾക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. പിന്നെ പണ്ട് കാലത്തൊക്കെ അത്യാവശ്യം നല്ല മാർജിൻ ഉണ്ടായിരുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നതുകൊണ്ട് ഇപ്പോഴും കുഴപ്പമില്ലാതെയൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നു പലരും എന്നുള്ളതാണ് സത്യം. പക്ഷേ കൃത്യമായി മാനേജ് ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ ഇതൊരു വലിയ പണിയായി മാറിയേക്കാം. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ബേക്കറി ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരാളാണെങ്കിൽ ഈ കാര്യങ്ങളെങ്കിലും ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കാം. ഓൾ ദ ബെസ്റ്റ്.